നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു വിഷയം ഈ ഇൻകോണ്ടിനൻസിൻ്റെ മറ്റൊരു ആസ്പെക്റ്റാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നതും ഈ പറഞ്ഞതുപോലെ ചുമയ്ക്കണമെന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഒഴിക്കണമെന്നുള്ള തോന്നലില്ല. നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ മൂത്രം അറിയാതെ പോവുക. അതായത് മൂത്രം അറിയാതെ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മൂത്രസഞ്ചി നിറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ, സാധാരണ ഒരു ഫിസിയോളജിക്കൽ ലിമിറ്റുണ്ട്. ആ ലിമിറ്റിൽ നമുക്ക് മൂത്രം ഒഴിക്കണം എന്നുള്ള തോന്നൽ വരും. പക്ഷെ അന്നേരം നമുക്ക് തോന്നലില്ല എന്ന് കണ്ടാൽ, സെൻസേഷൻ ഇല്ല എന്ന് കണ്ടാൽ, കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിൻ്റെ അനാട്ടമിക്കൽ ലിമിറ്റ്, അതായത് കംപ്ലീറ്റ് സ്ട്രെച്ച് ചെയ്ത് മാക്സിമം അതിൻ്റെ സ്ട്രെച്ചിങ് ആയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന യൂറിൻ അവിടെ പിടിച്ചു വയ്ക്കാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് അത് ഓവർഫ്ലോ ചെയ്യും. നമ്മൾ കുടത്തിലൊക്കെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നൊരു കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെളിയിൽ പോകുന്നത് പോലെയാണ് ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ്. രണ്ട് സ്ത്രീകളിലും കാണാം, പുരുഷന്മാരിലും കാണാം. സ്ത്രീകളിൽ ഇത് സാധാരണയായി കാണുന്നത് ഈ ഡയബറ്റീസ് വന്നിട്ട് ഡയബറ്റിക്സ് വെസൈക്കോപ്പതി എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. ഒത്തിരി ലോങ് ഡ്യൂറേഷൻ ഡയബറ്റീസ് ഉണ്ട്. ചിലപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ലായിരിക്കാം, ചിലപ്പോൾ അൺകൺട്രോൾഡ് ഒക്കെ ആയിരിക്കാം. ഇങ്ങനെ വരുമ്പോൾ എന്നെ പറ്റുമെന്ന് വെച്ചാൽ ഈ ഓട്ടോണോമിക് നെർവ്സ് ഉണ്ട്. ഈ ബ്ലാഡറിൻ്റെ സെൻസേഷനൊക്കെ കൺട്രോൾ ചെയ്യുന്ന നെർവുണ്ട്. ആ നെർവിനെ ഇത് ബാധിക്കും. നെർവിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂറിന് ഒഴിക്കണം എന്നുള്ള സെൻസേഷൻ വരത്തില്ല. കാര്യം നെർവ് ഡെഡാണെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അതിന് ആക്ഷൻ ഇല്ല. അപ്പം ഇപ്പോൾ 250 ml വരുമ്പോൾ സാധാരണ രീതിയിൽ നമുക്കൊരു സെൻസേഷൻ വരുവാണെങ്കിൽ ഈ സെൻസേഷൻ കിട്ടത്തില്ല. അപ്പോൾ പിന്നെയും ഈ യൂറിൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ യൂറിൻ പാസ് ചെയ്യാമെന്നുള്ള തോന്നൽ വരത്തില്ല. പിന്നെ അതിൻ്റെ ലിമിറ്റ് കഴിയുമ്പോഴും സെൻസേഷൻ വരത്തില്ല, പക്ഷേ അറിയാതെ യൂറിൻ പോകും. സാധാരണ ഉണ്ടാകുന്നത് ഡയബറ്റിക് വെസൈക്കോപ്പതിയാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ഈ ഒരു റിട്ടൻഷൻ, യൂറിൻ പോകുന്നതിന് തടസ്സം വന്നു, അല്ലെങ്കിൽ മൂത്രക്കോലിൽ എന്തെങ്കിലും വണ്ണം കുറഞ്ഞു, നമ്മൾ ചികിത്സിച്ചില്ല, അത് നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞു, പിന്നെയും കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ ബ്ലാഡറിൻ്റെ കപ്പാസിറ്റി കൂടും, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരും. അതിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബ്ലാഡറിൻ്റെ ഇലാസ്റ്റിസിറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ അത് കൺട്രാക്ട് ചെയ്യാനൊക്കത്തില്ല. അങ്ങനെ ഈ ക്രോണിക് റിട്ടൻഷൻ എന്ന് പറയുന്നത്, സ്ട്രിക്ചർ കൊണ്ട് ക്രോണിക് റിട്ടൻഷൻ വരാം. അത് ചികിത്സിക്കാതെ വന്നു കഴിഞ്ഞാലും ഈ ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ് വരും. പുരുഷന്മാരിലാണെങ്കിൽ സാധാരണ ഇതുണ്ടാകുന്നത് പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം നമ്മൾ സമയത്ത് ചികിത്സിച്ചില്ല, സമയത്ത് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ ആദ്യം ഒരു 30 ml കെട്ടിക്കിടക്കും, പിന്നെ 100 ml കെട്ടിക്കിടക്കും, 200 ml, അങ്ങനെ വന്നിട്ട് ഒരു 500 ml ഒക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ അതിനകത്ത് യൂറിൻ ഇരിക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ കാരണങ്ങൾ കൊണ്ട് ക്രോണിക് റിട്ടൻഷൻ വന്നിട്ട് ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ് സ്ത്രീകളിലും പുരുഷനിലും ഏകദേശം ഇത് സാധാരണ കാണാറുള്ളതാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഈ പറഞ്ഞതുപോലെ പുരുഷന്മാരിലാണെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ തകരാറാണെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് വരാം. പ്രോസ്റ്റേറ്റിൻ്റെ ഓപ്പറേഷൻ ചെയ്തെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറത്തുള്ളൂ. സ്ത്രീകളിലാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ സ്ട്രിക്ചർ വല്ലതും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ഡയബറ്റിക് ഈ സിസ്റ്റോപ്പതി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ചികിത്സിച്ച് മാറ്റാൻ. ഷുഗർ കൺട്രോൾ ചെയ്യുക, പിന്നെ ഈ ബ്ലാഡറിൻ്റെ സ്റ്റിമുലൻറ്റ് മരുന്നുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ്. ഇത് മറ്റ് രണ്ട് രീതിയിലുള്ള ഇൻകോണ്ടിനൻസിൽ നിന്നും വ്യത്യാസമാണ്. മൂത്രം നിറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളെ അറിയാതെ പോവുകയാണ്, നമുക്ക് കൺട്രോളും ഇല്ല, അതറിയാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. നന്ദി. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.